പഴയ കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു. പണ്ട് കാലത്ത് ഓണത്തിനെ പറ്റിയാണ് ഞാൻ ഓർത്തത്. ഇന്ന് ആരുമില്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനെ ഇരുന്നപ്പോൾ പഴയതെല്ലാം ഓർത്തുപോയി. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ, ഇപ്പോൾ എനിക്ക് 73 വയസ്സായി, ഒരു 15 വയസ്സോ പ്രായമുള്ളപ്പോഴത്തെ കാര്യങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് കാലത്ത് അമ്മയച്ഛനൊക്കെ ഉള്ള കാലമാണ്. അമ്മയൊക്കെ അന്ന് കുഞ്ഞമ്മമാരാണ്, തമ്പുരാട്ടി, കുഞ്ഞമ്മ എന്നൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഭയങ്കര അഭിജാത്യമുള്ള കാലമാണ്. താഴ്ന്ന ജാതിക്കാരും വീട്ടിൽ കയറില്ല, മുറിക്കകത്ത് വരില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓണക്കാലം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് വീട്ടിൽ തന്നെ ആഘോഷിക്കുന്ന കാലമാണ്. അപ്പോൾ പാട്ടും കൂത്തും കളികളും പുഞ്ചകളി, ഊഞ്ഞാലാട്ടം എന്ന് വേണ്ട എല്ലാം വീടുകളിൽ തന്നെയാണ്. അന്നൊക്കെ മക്കൾ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങൾ 6 മക്കളുണ്ട്. 6 പേരും കൂടെ തകർക്കും. ഇന്നത്തെ പോലെ പബ്ലിക്കിലൊന്നും പരിപാടിയൊന്നുമില്ല ഓണത്തിന്. എല്ലാം വീടുകളിൽ കൂടെയാണ്. എല്ലാവരും പൂവിടലും അടയുണ്ടാക്കലും എയ്യലും പാട്ടുപാടലും എല്ലാം. കുരവയൊക്കെ ഇട്ടാണ് രാത്രിയിൽ പൂവിടുന്നത്. 12 മണിക്കാണ് പൂവിടുന്നത്. കുരവയൊക്കെ ഇട്ടാണെന്ന് ആർപ്പുവിളി ഒക്കെ ആയിട്ട് ഭയങ്കര പരിപാടികളാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുടിയാന്മാർ നമ്മുടെ വീടിനകത്ത് അവർക്ക് സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. 5 സെൻറ്റ് 10 സെൻറ്റ് 5 സെൻറ്റൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവർ, കണ്ടത്തിൽ പണിയുന്നവർ, പറമ്പിൽ പണിയുന്നവർ, അന്ന് 2 ഏക്കർ സ്ഥലമൊക്കെ ഉള്ള കാലം. അപ്പോൾ പണിക്കാരെപ്പോഴും ഉണ്ട്, കിളയ്ക്കാനും വെട്ടാനും ഒക്കെ ആയിട്ട് ഉണ്ട്. കണ്ടമുണ്ട് ഇഷ്ടം പോലെ. കണ്ടത്തിൽ പണിയാനും കൊയ്യാനും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓണത്തിന് സദ്യ കൊടുക്കണം. സദ്യ എന്ന് പറഞ്ഞാൽ അവർ കാഴ്ച കൊണ്ടുവരും. ചേന, പുകല, പഞ്ചാര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കാഴ്ച കൊണ്ടുവരുന്നത്. അപ്പോൾ കാഴ്ച കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു കൊട്ട കൊണ്ടുവരും. ഒരു കോരുകൊട്ടയെന്ന് പറയും. അങ്ങനെ കൊണ്ടുവരും. അതിനകത്ത് നിറച്ച അരി, പച്ചക്കറി സാധനങ്ങൾ, വെളിച്ചെണ്ണ എല്ലാം കൊടുത്തു വിടണം അവർക്ക്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കാലങ്ങളിൽ 4 ദിവസം ഓണമാണ്. 4 ദിവസവും നിറയെ ഉപ്പേരിയും പലഹാരങ്ങളും പായസങ്ങളും ഒക്കെയാണ് കഴിക്കാനൊക്കെ. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കുമ്പോൾ ഉടുപ്പിൻ്റെ പോക്കറ്റ് കാണും. ഈ പോക്കറ്റിൽ ഉപ്പേരിയും വാരിയിട്ടുകൊണ്ടാണ് ആടാനും പാടാനും ഒക്കെ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ അച്ഛനെയും അമ്മയൊക്കെ വയസ്സായപ്പോൾ നോക്കാൻ മക്കളുണ്ടായിരുന്നു. 6 മക്കളുണ്ടായിരുന്നു. 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളും നോക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരാളും നോക്കാനില്ല എന്നുള്ളതാണ്. മക്കളെല്ലാം പുറത്താണ്, വിദേശത്താണ്. ആരുമില്ല നോക്കാൻ. അടുത്തുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഓരോ ആളുകളേ ഉള്ളൂ. അവർക്കാർക്കും വരാനും പോകാനൊന്നും നേരമില്ല. അപ്പോൾ അന്നത്തെ ചെറുപ്പത്തിലെ ഓണക്കാലത്തെന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാട്ടവും കളികളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങളൊക്കെ ഊഞ്ഞാലാടുന്നത് പാട്ട് പാടിക്കൊണ്ട. അന്ന് പാട്ട് പാടുമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുവാണ്. മാവേലി നാടു പണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം, ഇങ്ങനെയൊക്കെ പാടിക്കൊണ്ടാണ് ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടുന്നത്. അപ്പോൾ അന്നത്തെ മനുഷ്യരാരും ഒന്നുപോലെയല്ലായിരുന്നു. എല്ലാം പല പല തട്ടയിലായിരുന്നു. പല രീതിയിൽ പലതരത്തിലുള്ള ജാതിക്കാരാണ്. അതിനൊക്കെ വേർതിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം സഫലമായത്. ഇന്നാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്നത്. ഇന്ന് ഓണത്തിനൊക്കെ പുറത്തെല്ലാം ലൈബ്രറി, മറ്റ് സ്ഥാപനങ്ങൾ, എന്തെങ്കിലും പ്രമുഖ സ്ഥാനങ്ങൾ, SNDPക്കാരാണെങ്കിൽ അവരുടെ ഭജനമഠം, അങ്ങനെയുള്ളിടത്തെല്ലാം ഓണപ്പരിപാടികളാണ്. എല്ലാവരും പോവുകയോടെ. പക്ഷേ അന്ന് കാലത്ത് വീടോടെ ഒതുങ്ങിയതല്ല, ഓരോ വീട്ടിലുമാണ് ആഘോഷം നടക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എല്ലാം പുറത്തോട്ടാണ്. അപ്പോൾ എല്ലാവരും സമന്മാരായി. ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ആരുമില്ല. എല്ലാവരും പരിപാടിക്കൊക്കെ പോകും. എല്ലാവർക്കും ഓണമുണ്ട്. അന്ന് അങ്ങനെയല്ല.
അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ എന്നെ നോക്കാൻ ആരുമില്ല, ഞാൻ വയസ്സായി വയ്യാണ്ടായി, ആരുമില്ല നോക്കാൻ. എന്നെ നോക്കുന്നത് ആരാ ഇപ്പം? എനിക്ക് നാഴി വെള്ളം തരുന്നത് ആരാ? മറിയം. മറിയമാണ് എനിക്ക് വെള്ളം തരുന്നത്, ഭക്ഷണം എടുത്ത് തരുന്നതും മറിയമാണ്. എല്ലാത്തിനും മറിയമാണ്. മറിയം ക്രിസ്ത്യാനിയാണ്. പക്ഷേ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് എന്നെ നോക്കുന്നതും എനിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും എൻ്റെ ഡ്രസ്സ് അലക്കി തരുന്നതും എല്ലാം ഇന്ന് മറിയമാണ്. ഇത്രയും സംസാരിച്ചപ്പോഴേ ദാഹമായി. മറിയം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ, ചുക്കുവെള്ളം എടുത്തുകൊണ്ട് വന്നേ. അപ്പോൾ അവളാണ് ഇന്ന് എൻ്റെ എല്ലാം. അപ്പോൾ ഇന്ന് എല്ലാവരും സമന്മാരാണ്. ഇന്ന് ജാതിയില്ല, മതമില്ല, വേർതിരിവില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ചോറൂണൊക്കെ കഴിയുമ്പോഴത്തേനും 2-3 അയൽവക്കത്തുള്ളവരൊക്കെ ഇവിടെ വരും. ലില്ലിക്കുട്ടി, വത്സമ്മ, പിന്നെ മറിയമുണ്ട്. ഇങ്ങനെ ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ. അവർ എനിക്ക് പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് തരും. എന്ത് പറഞ്ഞാലും അവർ ചെയ്തു തരും എനിക്ക്. അങ്ങനെയാണ് ഇപ്പോൾ. അല്ലാതെ മക്കളല്ല. ഇപ്പോൾ കാലം മാറിപ്പോയി, ജാതിയും മതവും എല്ലാം പോയി. ഇപ്പോൾ ഏകമയം. ഇപ്പം എല്ലാവരും സമന്മാരാണ്. ആരും ജാതിയൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിലും താഴ്ന്ന സമുദായത്തിലുള്ള SNDPക്കാർ അവരൊക്കെ ആയിട്ട് കൂടി കഴിയുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഏത് മതം വേണേലും കെട്ടാം, ആർക്ക് എവിടെ വേണേലും കയറാം. ഇപ്പോൾ പുലയന്മാരാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ വന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലാതെ അവരെ പുറത്ത് മാറ്റി നിർത്തിയൊന്നും അല്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാലമാണ് ഇന്നത്തെ കാലം. ഈ കാലമാണ് നല്ലത്. മതമില്ല, ജാതിയില്ല, വിവേചനമില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ. അറിയാം, വെള്ളം തന്നില്ല, ചുക്കുവെള്ളം വേഗം താടി. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴത്തേനും ഞാൻ മടുത്തു. ഇനി എനിക്ക് കിടക്കണം. അപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ.